ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് സമന്യയുടെ ആനേനി മട്ടക്കത്തെ ഓണാഘോഷ പരിപാടീൻ്റെ പാർട്ട് 2 ആണ്. വലിയ പരിപാടി ആയതുകൊണ്ട് ഒരു വീഡിയോയിൽ കൊള്ളുന്നില്ല, അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 ആക്കിയതാണ് ഇട്ടത്. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് കുറേ ഗാനമേളയിലുണ്ടായിന്. അപ്പോൾ വൈകുന്നേരം കുറേ മാമാർ പ്രസംഗിക്കുന്നതിലുണ്ടായിന്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സഹപ്രവർത്തകരെ, സഖാക്കളെ, ഈ വേദിയിൽ സ്വാഗത ഭാഷണം നിർവഹിക്കേണ്ടത് നമ്മുടെ ആഘോഷ. ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഈ സമാപന സമ്മേളനവും സമ്മാനദാനവും നിർവഹിക്കുന്നത്, അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ലോഹിതാക്ഷൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അവർകളാണ്. അദ്ദേഹത്തെയും സമന്വയ സാംസ്കാരിക വേദിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനത്തെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ്, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് 15 വാർഡ് മെമ്പർ P സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയും സമന്വയ സാംസ്കാരിക വേദിയുടെ പേരിലും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഒരു സാഹചര്യം ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഇപ്പം കഴിഞ്ഞ ഓണാഘോഷങ്ങൾ 3-4 ദിവസം മുമ്പേ ഞങ്ങൾ സംഘടിപ്പിച്ചു. അവിടെ ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം, ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാം ചേർന്നുകൊണ്ടാണ് കലാപരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ വിജയം മാഷെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ കൂട്ടത്തില്. അഫ്സലിനെ അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ചെറുപ്പക്കാരനോ യുവത്വത്തോട് മത്സരിക്കുന്നതിന് വേണ്ടി പ്രായമുള്ള യുവത്വം മത്സര പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കസേരക്കളി പോലും അവിടെ സംഘടിപ്പിച്ചപ്പോൾ അതിലെ 1ാം സ്ഥാനം നേടുന്നതിന് വേണ്ടി വിജയം മാഷക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ നാടിന് ഒരു സിഗ്നേച്ചർ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സമന്വയ സാംസ്കാരിക വേദി ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. വരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിവിധമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ കളഞ്ഞുപോയ പ്രതാപം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാം. അപ്പം ഗായ്സ്, ഞാൻ അടിപൊളി സദ്യയായിരുന്നു. അപ്പം ഞാൻ നിനക്ക് ഏതെല്ലാം കറികളുണ്ടായി ഞാൻ പറഞ്ഞുതരാം. പച്ചടി, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, അച്ചാർ, അവിയൽ, ഓലൻ, പപ്പടം, രസം, പിന്നെ വറവ്, പല പല കറികളുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും വേണ്ട. പക്ഷെ നല്ല അടിപൊളി 1ാം പായസം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പ്രഥമൻ. അപ്പം ഞാൻ എൻ്റെ അമ്മമ്മേനോടും അച്ചാച്ചനോടും ഇന്നത്തെ ഓണസദ്യ എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അച്ചാച്ചാ, ഇന്നത്തെ ഓണസദ്യ എങ്ങനെയുണ്ട് എന്നാ മോളെ പറയാ? അത്രയും ഉഷാറായ സദ്യനു. കറി എത്രയാണെന്നോ എന്തെല്ലാമോ ഒന്നും പറയാൻ പറ്റില്ല, അത്രയും ഉണ്ട്. ഇഷ്ടായി. അമ്മമ്മക്ക് എങ്ങനെയുണ്ടായിരുന്നു സദ്യ?
പറയാനുണ്ടാ മോളെ സദ്യ, അടിപൊളി സദ്യയല്ലേ, എല്ലാ കറികളും ഉണ്ടല്ലോ. പ്രഥമനാണെങ്കിൽ പറയാൻ പറ്റാതെ ആണ് പ്രഥമൻ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇവരുടെ രണ്ടാളും അഭിപ്രായം? നമുക്ക് രണ്ടാൾക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനായിട്ട് എന്തിനാ ഇപ്പോൾ ഈ സമയമെല്ലാം ഇങ്ങനെ പറഞ്ഞ് കളയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് പോകാം. ആശംസാ പ്രസംഗം നടത്തുന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷേട്ടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേന്ദ്ര. അപ്പം ഗൈസ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരെന്ന് വെച്ചാൽ ഒരു അമ്മമ്മ സ്റ്റേജിൻ്റെ അകത്തുനിന്ന് ഒരു അതിമനോഹരമായൊരു പാട്ട് പാടുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം.
തെളിക്കൂല പല്ലുണ്ടേക്കൂല മുറ്റം മടിക്കാസുരടിക്കുമ്പോൾ അവർക്ക് സൗത്താനടും തല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല ഇക്കാന്റെ മോളായി പോയി ഇക്കാന്റെ മോളെ നനക്കാതെ അതേ കുഴപ്പം. അപ്പം ഗൈസ് നല്ല ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് എടുക്കാൻ പറ്റും. വെച്ചാൽ എനിക്ക് കുറേ വെക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് ഷോർട്ടായിട്ട് എടുത്തിന് വെച്ചാൽ കുറേ ആൻറ്റിമാരിലെ കളിക്ക് നല്ല തിരുവാതിരയെല്ലാം ഉണ്ടായിന്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എനിക്ക് വിളിച്ചപ്പോൾ പരിപാടിയായിരുന്നു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.